Now let's move on to the next section, which is going to be on Sri Vayalar Ramavarma. വയലാർ രാമവർമ്മയുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു നാടകമാണ് അടുത്തത്. ഒരു ഡോക്യു ഡ്രാമ. ജീവിതാനുഭവങ്ങളും വിപ്ലവാത്മകമായ ചിന്തയും ദാർശനികതയിൽ ഊന്നിയ ആഴത്തിലുള്ള ചിന്താഗതിയും രൂപപ്പെടുത്തിയ വയലാറിൻ്റെ ജീവിതം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ സംഭവങ്ങളുടെ ആവിഷ്കരണത്തിൽ വസ്തുതകൾക്കോടൊപ്പം ഞങ്ങളുടെ ഭാവനയും ഇതിൽ കൂടിച്ചേർത്തിട്ടുണ്ട്. മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് കലയുടെ സാദര പ്രണാമം. അതെ, ആധുനിക കേരളത്തിൻ്റെ ചരിത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വയലാറിൻ്റെ ജീവിതകഥയുടെ ദൃശ്യാവിഷ്കാരം നമുക്ക് ആസ്വദിക്കാം. Verses of Revolution and Romance, a docudrama celebrating the life and works of Sri Vayalar Ramavarma, the songsmith of the people. പുന്നപ്ര വയലാർ സമരം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച സമത്വത്തിനും അധികാര സ്വാതന്ത്ര്യത്തിനുമായുള്ള ഈ പോരാട്ടം കാലത്തെ തകർത്ത ശക്തമായ പ്രക്ഷോഭങ്ങളിൽ ഒന്നായി തിളങ്ങി. അത്തരം മാറ്റങ്ങളുടെയും കലാപങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് മലയാളത്തിൻ്റെ കാവ്യലോകത്തേക്ക് വയലാർ രാമവർമ്മ കടന്നു വന്നത്. 1946 സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ വയലാറിലെ ജനങ്ങളുടെ ദാരിദ്ര്യവും ദുഃഖവും പോരാട്ടവീര്യവും അടുത്തറിയാൻ കഴിഞ്ഞ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഗാനങ്ങളിലും അക്ഷരങ്ങളായി പടർന്നു. വയലാറിൻ്റെ കവിതകൾ സമരത്തിൻ്റെ കനൽ പൊട്ടി ഉയർന്ന അസമത്വം, ദാരിദ്ര്യം, ചൂഷണം, സാമൂഹിക അനീതി എന്നീ വിഷയങ്ങളെ തീവ്രമായ കുത്തൊഴുക്കായി മാറ്റി. വയലാറിൻ്റെ കവിതകൾ മലയാളിയുടെ സാമൂഹ്യ വ്യവസ്ഥയുടെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെയും ഒരു പുനർവിചിന്തനമായിരുന്നു. തൻ്റെ അക്ഷരങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി സമാധാനത്തിൻ്റെയും നീതിയുടെയും കാവലാളായി വയലാർ മഹാവിപ്ലവത്തിൻ്റെ കവിയായി തീർന്നു. നിങ്ങൾ നിയമവിരുദ്ധരായ ജനക്കൂട്ടമാവും. ഉടൻ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ വെടിവയ്ക്കും. ഞങ്ങളുടെ നാട്ടിലെ നീരാവിക്കും മണലിനും കറുകക്കൂമ്പിൻ മഞ്ഞണിമുത്തിലും ഒരു തുള്ളിച്ചുടുനിണമില്ലേ? ഇവിടെ കായലിലൊഴുകിപ്പോകും കവിതയ്ക്കുണ്ടൊരു കഥ പറയാൻ. ഇവിടെ കായലിലൊഴുകിപ്പോകും കവിതയ്ക്കുണ്ടൊരു കഥ പറയാൻ. വെടിയേറ്റന്നു തുളഞ്ഞ മരങ്ങൾക്കിടിവെട്ടുന്നൊരു കഴിവില്ലേ? വെടിയേറ്റന്നു തുളഞ്ഞ മരങ്ങൾക്കിടിവെട്ടുന്നൊരു കഴിവില്ലേ? Bible. Diamond. March. ഇത്രയും ആളുകൾ സംഘർഷത്തിൽ വെടിയേറ്റ് മരിച്ചിട്ടും ഇവിടുത്തെ ഈ നാട്ടുപ്രമാണിമാർക്ക് അവരുടെ സ്വത്ത് തന്നെ വലുത്. കഷ്ടം. നഷ്ടം വന്നു പലതും നമ്മുടെ ചൊട്ടത്തയ്യനും വെടികൊണ്ടു.
മനുഷ്യ സ്നേഹം. കഥഷാൾ കൊണ്ടു വിയർപ്പൊപ്പിക്കൊണ്ടിതു വിധമൊന്നു ചിരിച്ചോതി. നഷ്ടം വന്നു പലതും നമ്മുടെ ചൊട്ടത്തയ്യനു വെടികൊണ്ടു. പുറ്റുകൾ പോലെ പിടിക്കും നല്ലൊരു പുത്തൻ തൈത്തല പോയല്ലോ. പുറ്റുകൾ പോലെ പിടിക്കും നല്ലൊരു പുത്തൻ തൈത്തല പോയല്ലോ. വയലാർ രാമവർമ്മ. ഭൂരിഭാഗം മലയാളികൾക്കും ഒരു ദിവസം ഒരിക്കൽ പോലുമെങ്കിലും മനസ്സിലേക്ക് സ്വാഭാവികമായി എത്തുന്ന അതുല്യ പ്രതിഭ. തൻ്റെ പദങ്ങളിലൂടെ നിത്യജീവിതം വരികളിൽ കോർത്തിട്ടുകൊണ്ട് അതിന് ഒരു പുതിയ ഭാവം നൽകി മലയാളികളുടെ ഹൃദയത്തിൽ ചിരകാലം നിലകൊള്ളാൻ വയലാർ എന്ന പേരിന് കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ വയലാർ എന്ന ഗ്രാമത്തിൽ 1928 മാർച്ച് 25 ജനനം. അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ, അമ്മ വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി. അദ്ദേഹത്തിന് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി. വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി. ഞാൻ നിഴലുകൾ മാതിരി കത്തുന്നു കാറ്റിൻ്റെ കാണാത്ത കൈകളിലെത്തിപ്പിടിക്കാൻ നിലവിളക്കിൻ തിരി. ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി. നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നെയും അവച്ചമ്മയന്നോരോന്നു ചൊല്ലിക്കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം. അമ്മ, എന്റെ പമ്പരം എവിടെ അമ്മേ? എനിക്ക് എന്റെ പമ്പരം വേണോ? ബാല്യകാലത്ത് പിതാവിൻ്റെ നഷ്ടം ചെറുപ്പക്കാരനായ വയലാറിൽ ഗഹനമായ ഒരു മുറിവേൽപ്പിച്ചിരുന്നു. ആത്മാവിലൊരു ചിത എന്ന കവിതയിൽ വയലാറിൻ്റെ മനസ്സിലെ ആ ദുഃഖത്തിൻ്റെ ആഴം നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ പഠനത്തിനും ഗുരുകുല രീതിയിൽ സംസ്കൃത പഠനത്തിനും ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായും പുരോഗമന സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ നിരവധി കവിതകൾ പാദമുദ്ര, എനിക്ക് മരണമില്ല, എൻ്റെ മാറ്റൊലി കവിതകൾ, സർഗസംഗീതം. കവി എന്നതിലുപരി സിനിമാ ഗാന രചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത്, അല്ലെങ്കിൽ ജനകീയനായത്. 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. അമ്മേ, 2 അതിഥികൾ വരുന്നുണ്ടേ. വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. ONVയും ദേവരാജൻ മാസ്റ്ററും. കൂട്ടാ, അവരോട് പറയൂ ഊണ് കഴിച്ചിട്ടേ പോകാവൂ എന്ന്. ഊണ് മാത്രല്ല, അത്താഴവും കഴിഞ്ഞേ വിടുന്നുള്ളൂ. വരൂ വരൂ, അകത്തേക്കിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ?
യാത്രാക്ഷീണം മാറ്റാനുള്ള മാർഗം ശരിയാക്കാം. ഈ തത്രപ്പാടൊന്നും വേണ്ട. അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. ദേവരാജൻ മാസ്റ്റർ ഇവിടെ ആദ്യമായി വരുന്നതല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് കുറേ സംസാരിച്ചിട്ടൊക്കെ പോകാം. താങ്കളെക്കുറിച്ച് കുറെ കേട്ടിരിക്കുന്നു. ചില കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുമുണ്ട്, ഗാനങ്ങളും കേട്ടിട്ടുണ്ട്. ഇവിടെ വരാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. അറിയാമല്ലോ, ദേവരാജൻ മാസ്റ്ററും ഞാനും KPSCക്ക് വേണ്ടി കുറേ നാളുകളായി ഗാനങ്ങൾ രചിക്കുന്നു. മനോഹര ഗാനങ്ങൾ, വിപ്ലവം സ്പന്ദിക്കുന്ന ഹൃദയഹാരിയായ ഗാനങ്ങൾ. ഞാൻ അധ്യാപകനായി മഹാരാജാസ് കോളേജിൽ ജോലിയിൽ കയറിയതുകൊണ്ട് ഒരു എഴുതാ നിബന്ധനയുണ്ട്. KPSCക്ക് വേണ്ടി ഗാനരചന വേണ്ട എന്ന്. ദേവരാജൻ മാസ്റ്ററിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഗാനം രചിക്കണം. അത് കുട്ടൻ തന്നെ എഴുതണം. വലിയ വേദിയാണ്. രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മുഖ്യാതിഥി എന്നൊക്കെ കേൾക്കുന്നു. ശിപ്പായി ലഹളയിലെ രക്തസാക്ഷികളെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഗാനമാണ് വേണ്ടത്. തീർച്ചയായും ഇതെന്റെ സൗഭാഗ്യമാണ്. നിങ്ങൾ രണ്ടുപേരും എറണാകുളത്തുള്ള എൻ്റെ താമസ സ്ഥലത്തേക്ക് വരിക. അത് കോളേജിന് വളരെ അടുത്താണ്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുവാൻ പോകുമ്പോൾ നിങ്ങൾക്ക് മുറിയിലിരുന്ന് പാട്ടെഴുത്തുമാകാം. ആകാം. അങ്ങനെ എറണാകുളത്തും കുറച്ച് സമയം ചെലവഴിക്കാമല്ലോ. ഇങ്ങനെയായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ തുടക്കം. മലയാളി മനസ്സുകളിൽ എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ട ആ രണ്ട് അതുല്യ പ്രതിഭകളുടെ ഒരുമിച്ചുള്ള യാത്ര അവിടെ ആരംഭിച്ചു. അതിന് നിമിത്തമായത് മലയാളത്തിൻ്റെ മറ്റൊരു പ്രിയ കവി ശ്രീ ONV കുറുപ്പ്. ചരിത്രത്തിൻ്റെ ഒരു നിയോഗം തന്നെ. ദേവരാജൻ മാസ്റ്റർ, ഇതാ ഈ പാട്ടിൽ സമരത്തിന്റെ ആത്മാവും രക്തസാക്ഷികളുടെ ത്യാഗങ്ങളും പ്രതിഫലിക്കണം. അതെ, വിപ്ലവത്തിന്റെ ശക്തിയും വീര്യവും നിറഞ്ഞിരിക്കണം. ബലികുടീരങ്ങളെ, സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ഭംഗിയായിരിക്കുന്നു. കൊരിത്തരിപ്പിക്കുന്ന വരികളാണ്. കൊള്ളാം, ഞാനൊന്ന് നോക്കട്ടെ. ബലികുടീരങ്ങളെ, 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 സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുലകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ, 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 സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ ദൂരമാലകൾ. ബലികുടീരങ്ങളെ, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു. ചുണ്ടിൽ ഗാഥകൾ, കരങ്ങളിലെ പൂച്ചെണ്ടുകൾ, പുതിയ പൗരനുണർന്നു.
ഉണ്ട് കാതകരങ്ങളിൽ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു വലിയ കുടീരങ്ങളെ. ബലികുടീരങ്ങളെ ഈ ഗാനം പ്രതിരോധത്തിൻ്റെ ഒരു പ്രചോദന ഗാനമായി മാറി. കേരളത്തിൽ KPSC നാടകങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ച ഈ ഗാനം പ്രേക്ഷകരുടെ മനസ്സ് പിടിച്ചു പറ്റി. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്തു. തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ, തുമ്പി തുമ്പി വാവാ. പട്ടുറുമാലും കെട്ടി ഒരു പച്ച കമ്പിളി ചുറ്റി എത്ര കാടുകൾ എത്ര നാടുകൾ ഇത്ര നാളും കണ്ടു. കൊച്ചി കോട്ടകൾ കണ്ടു, ഒരു കൊച്ചെറണാകുളമുണ്ടോ? കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ എൻ്റെ അച്ഛനെ അവിടെ കണ്ടു. തുമ്പി തുമ്പി വാവാ. K. രാഘവൻ മാസ്റ്ററുടെ സംഗീതത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സറിഞ്ഞ് അതിൻ്റെ അമ്മ പാടുന്നതായി ചിത്രീകരിച്ച ഈ മനോഹര ഗാനം കൂടപ്പിറപ്പ് എന്ന വയലാറിൻ്റെ ആദ്യ സിനിമയിലേതാണ്. 1956 കൂടപ്പിറപ്പ് റിലീസാകുന്നത്. ചതുരംഗം എന്ന 1950 ഇറങ്ങിയ ചിത്രത്തിലൂടെയാണ് മലയാളികൾ അന്നും ഇന്നും എന്നും ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന വയലാറിൻ്റെയും ദേവരാജൻ്റെയും ഒന്നിച്ചുള്ള സിനിമയിലെ ജൈത്രയാത്രയുടെ തുടക്കം. എത്രയെത്ര ഹിറ്റ് ഗാനങ്ങളാണ് ഈ രണ്ട് മഹാപ്രതിഭകൾ നമുക്ക് സമ്മാനിച്ചത്. മാസ്റ്റർ, നമുക്ക് ഈ വരികൾ പരീക്ഷിച്ചാലോ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. എത്ര മനോഹരമാണ് ഈ വരികളും ദേവരാജൻ മാസ്റ്റർ നൽകിയ ഈണവും. ഈ പാട്ട് മലയാളികൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കും, ഉറപ്പ്. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു. നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. ആയിരം പാദസരങ്ങൾ കിലുങ്ങി, ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ
രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. റിലീസിന് മുമ്പ് യക്ഷി സിനിമയിൽ ഒരു റൊമാൻറ്റിക് സോങ് വേണമെന്ന് പറഞ്ഞതല്ലേ? എന്തെങ്കിലും എഴുതിയോ കുട്ടാ? 2 ദിവസത്തിനുള്ളിൽ അത് ഷൂട്ട് ചെയ്യണം. സത്യൻ മാസ്റ്റർ പിന്നെ ബോംബെക്ക് പോവുകയാണ്. അയ്യോ മാസ്റ്റർ, നാളെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാനും ബോംബെക്ക് പോവുകയാണ്. അതെയോ? എന്നാൽ ഇത് നാളെ തന്നെ റെക്കോർഡ് ചെയ്യണം കുട്ടാ. എഴുതാം. നാളെ കാലത്ത് തന്നേക്കാം. കുട്ടാ കുട്ടാ, ഉറങ്ങി എണീറ്റില്ലേ? പാട്ടെന്തായി? കാണട്ടെ. ഇന്നത് ട്യൂൺ ചെയ്ത് കമ്പോസിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ ചെയ്യണം. എല്ലാവരും സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ വരാം. കുട്ടാ, എന്താ ഇത്? നല്ല പണിയായി പോയി. മാസ്റ്റർ, ഇതിൽ പിടിച്ചു തുടങ്ങിക്കോളൂ. ബാക്കി കൊണ്ട് ഞാൻ പുറകെ വന്നേക്കാം. സ്വർണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. സ്വർണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എണ്ണുമീ പർണശാലയിൽ. മാസ്റ്റർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഫ്ലൈറ്റിന് സമയമാകുന്നു. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ, കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ, സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ ഉദ്യാന പാലകൻ വന്നതിനാലോ,
മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. നിത്യസ്നേഹങ്ങളെവിടെ? 1000 യുഗങ്ങളിലൊരിക്കൽ വരാറുള്ളോരീശ്വരന്മാരെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇതിലൊരു ചെറിയ കുഴപ്പം കാണുന്നുണ്ടല്ലോ കുട്ടാ. അതെന്താ കുഴപ്പം? പറയാ. ഇത് സുപ്രീം കോടതി വരെ പോകും. സ്ത്രീകൾ കേസ് കൊടുക്കും. മനസ്സിലായില്ല. ഈശ്വരിമാരില്ലല്ലോ അതിനകത്ത്. ദൈവത്തിന്റെ ഏതെങ്കിലും അവതാരങ്ങളെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ആ, അത് തന്നെ കറക്റ്റ്. ഇതാണ് പാട്ട്. അവതാരങ്ങളെവിടെ? 1000 യുഗങ്ങളിലൊരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇവിടെ ആരുമില്ലേ? കുട്ടാ, കുട്ടാ. രാമകൃഷ്ണൻ. ആ, നമസ്കാരം മാഷേ. കുട്ടാ, നമ്മുടെ SK ഇല്ലേ, നിളയിൽ വന്നിട്ട് കാത്തിരിക്കുന്നുണ്ട്. കുട്ടനൊരു അല്പം സമയം എൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഓ, ഞാനത് മറന്നുപോയി. മാസ്റ്റർ, എനിക്ക് രാമകൃഷ്ണന്റെ കൂടെ പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊന്ന് പോയിട്ട് ഉടനെ തന്നെ തിരികെ വന്നേക്കാം. നീ അവനെ കൊണ്ടുപോയിട്ട് സൽക്കരിക്കുകയൊന്നും വേണ്ട. അവൻ നല്ല പാട്ട് എഴുതാൻ വേണ്ടി വന്നിരിക്കുക. അവന്റെ ചിന്തകളൊന്നും നീ പോയിട്ട് കുഴപ്പത്തിലാക്കണ്ട. ഇല്ല മാഷേ, ഞാൻ കൊണ്ടുപോകുന്നില്ല. രാമകൃഷ്ണ, ആ പുതിയ കഥയുടെ വിഷയത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ലേ? അതിൽ 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം. അതെ, അത് പുള്ളിക്കാരൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കൊണ്ടുപോകണ്ടെന്ന്. ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ, വർക്ക് നടക്കട്ടെ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിന് വയലാറിന് മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതിൻ്റെ സന്തോഷം സുഹൃത്തായ മലയാറ്റൂരുമായി പങ്കുവയ്ക്കുന്ന മുഹൂർത്തത്തിലേക്ക് ഒന്ന് പോയി വന്നാലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. കുട്ടാ, അവാർഡ് നേടിയതിന് 1000 ആശംസകൾ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ആദ്യകാല കവിതകളിൽ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ നിന്ന് പിന്നീട് ഒരല്പം മാറി സഞ്ചരിച്ച പോലെ പലരും ഇത് പറയുന്നുണ്ട്. സർഗസംഗീതം വായിച്ചപ്പോൾ എനിക്കും തോന്നി, വാളല്ലൻ സമരായുധം ജണജണ ധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ കരവാൾ വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ. കുട്ടൻ്റെ വരികളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ ഭൂമിയിൽ വലിയവനും ചെറിയവനുമില്ല, എല്ലാവരും തുല്യ അവകാശികളാണ്. ആ ആദർശശുദ്ധിയാണ് എന്നെ കമ്മ്യൂണിസത്തിലോട്ട് ആകർഷിച്ചത്. ആദർശമൊക്കെ ശരി തന്നെ, പിന്നീട് എന്തു പറ്റി? ആദർശത്തിൽ മാറ്റമില്ല. എന്റെ പാത ഞാൻ തിരിച്ചറിഞ്ഞു, അത്ര തന്നെ. മസ്തിഷ്കത്തോടോ മാംസത്തോടോ അല്ല കാവ്യഹൃദയം സംസാരിക്കുന്നത്, മനസ്സിനോടാണ്. ഉടവാളൊരുക്കി വീണ തീർത്തത് നാട്ടിലുറക്കു പാട്ടുപാടി സഞ്ചരിക്കുവാനല്ല, പടവാളിനേക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാകൂ. അപ്പോൾ ഭാരത സംസ്കാരത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നതോ? കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളും ഇതും എങ്ങനെ ചേർന്ന് പോകും കുട്ടാ? കൊള്ളാം, ചോദ്യശരങ്ങളാണല്ലോ. സഹജീവികളോടുള്ള സ്നേഹം രണ്ടിലുമുണ്ട്. മഹത്തായ ഒരു സംസ്കാരത്തിന്റെ
അനന്തരാവകാശികളല്ലേ നമ്മളൊക്കെ. അത് നമ്മുടെ ചിന്തയെയും ഭാവനയെയും തീർച്ചയായി സ്വാധീനിക്കും. എന്തിന്, ഇന്ന് സയൻസിലും പല മേഖലകളിലും നമ്മൾ കാണുന്ന പുരോഗതി അതിന്റെയും ഒരു എഫക്റ്റ് ഉണ്ടാകുമല്ലോ. വെൽ സെഡ്. ജീവിത സാഹചര്യങ്ങളുടെ വിശാലമായ സ്പെക്ട്രം ഉൾക്കൊണ്ട് കുട്ടന്റെ കവിത പക്വത പ്രാപിച്ചു. ആദർശങ്ങളും പാരമ്പര്യവും അതിനൊപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളും സമന്വയിപ്പിക്കാൻ കുട്ടന് സാധിച്ചു. അതൊരു അപൂർവ സിദ്ധിയാണ് കേട്ടോ. ഇത് ഞാൻ വെറും വാക്ക് പറയല്ല കേട്ടോ. ഈ ഗ്ലാസ്സിലുള്ളത് എന്നെ കൊണ്ട് സത്യം പറയിച്ചതാ. ഗ്ലാസ്സിലുള്ളതിലും അധികം അകത്ത് ചെന്നിട്ടുണ്ടല്ലോ, അതല്ലേ പറയിപ്പിക്കുന്നത്. മലയാളിയുടെ യുക്തിബോധം വളർത്തി വലുതാക്കുന്നതിന് വലിയൊരു പങ്ക് വയലാറിനില്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. കുട്ടൻ പേൾ വ്യൂവിൽ എഴുതിയ ആ പാട്ട്, തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂഖമല്ല. രാമകൃഷ്ണ, വിവിധ സംസ്കാരങ്ങളിൽ ചന്ദ്രബിംബത്തെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്കറിയാം. എന്നാൽ നീൽ ആംസ്ട്രോങ് അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? ഏകാന്ത ശൂന്യത. മലയാള സിനിമാ ഗാന രംഗത്ത് കുട്ടൻ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു തുടക്കം? ചെറുപ്പത്തിൽ ആദ്യമൊന്ന് ആഗ്രഹിച്ചു പോയതാണ് ഉദയ സ്റ്റുഡിയോയിൽ. കൊണ്ടുവന്ന പേപ്പറിൽ കപ്പലണ്ടി പൊതിഞ്ഞു വന്നാൽ വാങ്ങിച്ചേനേ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. വഴിവിളക്ക് എന്ന സിനിമയായിരുന്നു തുടക്കം. അത് വെളിച്ചവും കണ്ടില്ല. പ്രതീക്ഷിക്കാതെയാണ് JD തോട്ടാൻ കൂടപ്പിറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി എന്നെ അന്വേഷിച്ചു വന്നത്. ഇപ്പോ കവിത എഴുത്തൊക്കെ കുറഞ്ഞു അല്ലേ? കവിതയുടെ നഷ്ടം അത് സിനിമാ ഗാനങ്ങളുടെ നേട്ടമായി. കുട്ടൻ പക്ഷെ വൈകാതെ ഒരു മഹാകാവ്യം എഴുതണം. ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ തിരക്കൊന്ന് ഒഴിവായിട്ട് വേണം. നീ വേഗം മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലോട്ട് ചെല്ല്. വയലാർ ഇന്ന് നാട്ടിലേക്ക് പോയാൽ റെക്കോർഡിംഗ് വൈകും. പോകാൻ അനുവദിക്കരുത്. കയ്യോടെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം. വയലാർ, ഇന്ന് പോയാൽ വലിയ പ്രശ്നമാവും. ഷൂട്ടിംഗ് മുടങ്ങും. നാളെ മകന്റെ പിറന്നാളാണ്. അവൻ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയേക്കാം. ഇന്ന് വൈകിട്ടത്തെ കാര്യമേ ഉള്ളൂ. ഒരു പാട്ടല്ലേ. രാവിലത്തെ വണ്ടിക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് വച്ചേക്കാം. ഹലോ കുട്ടാ, അന്വേഷിച്ച് മുറിയിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കുട്ടൻ പോവുകയാണെന്ന്. അങ്ങനെ പോയാലെങ്ങനെ? ഈ ആഴ്ച പുതിയ സിനിമയുടെ പൂജയാണ്. ഹിറ്റ് കഥയാണ്. 4 നല്ല പാട്ട് നമുക്ക് വേണം. പ്രേം നസീറാണ് ഹീറോ. പിന്നെ കാശിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുട്ടൻ അറിയാമല്ലോ. റിലീസിൻ്റെ പിറ്റേ ദിവസം ഒരു ചെക്ക് ഞാൻ അങ്ങോട്ട് തരും. നാളെ വൈകിട്ട് നമുക്കൊന്നിരിക്കാം. ഈ പുതിയ ചിത്രത്തിൻ്റെ കഥയും കാര്യങ്ങളുമൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. പ്രൊഡ്യൂസർ വിദേശത്ത് നിന്നുള്ള എന്തോന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നല്ല. ഹലോ, അടുത്ത വാരം അവാർഡ് നൈറ്റ് ഇருக்கு. അത് തീർന്നിട്ട് പോവാം. എന്നാൽ ഞാൻ വയലാറിനെയും കൂട്ടി സ്റ്റുഡിയോയിലോട്ട് ചെല്ലട്ടെ. വൈകിട്ട് കാണാം. 1950-നും 61-നും ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവിൽ മാത്രമാണ് വയലാർ കാവ്യരംഗത്ത് ഏറെ സജീവമായിരുന്നത്. സിനിമയിലെ തിരക്ക് വർദ്ധിച്ചതോടെ കവിത എഴുത്ത് കുറഞ്ഞു. സിനിമാ ഗാനങ്ങളെ തന്നെ വയലാർ കവിതകളാക്കി മലയാളിക്ക് സമ്മാനിച്ചു. DC ബുക്സിൻ്റെ വയലാർ കൃതികൾ കവിതയും ഗാനങ്ങളും എന്ന പുസ്തകത്തിന് 1995 എഴുതിയ ആമുഖത്തിൽ മഹാകവി ശ്രീ ONV കുറുപ്പ്, എഴുത്തച്ഛൻ, ആശാൻ, ചങ്ങമ്പുഴ തുടങ്ങി മലയാളത്തിൻ്റെ സർഗചേതനയിൽ സ്വന്തം കയ്യൊപ്പ് കോറിയിട്ടവരോടൊപ്പം വയലാറിൻ്റെ പേരും കാണാം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ചങ്ങമ്പുഴയുടെ മാറ്റുലിയായും തരള കാൽപ്പനികനായും വാചാലനായ കവിയായും മറ്റും വയലാറിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും വെറുമൊരു സിനിമാ പാട്ടുകാരനായി ചിത്രീകരിക്കുകയും ചെയ്തവരൊക്കെ അർത്ഥസത്യങ്ങൾ കൊണ്ട് പകിട കളിച്ചവരെന്ന് മഹാകവി ശ്രീ ONV കുറുപ്പ് വിശേഷിപ്പിക്കുന്നു. വിമർശകരെ തൻ്റെ ദന്തഗോപുരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്
വയലാർ തൻ്റെ കവിതയിലൂടെ തന്നെ അവർക്കുള്ള ഉത്തരവും നൽകി. ഒരുപക്ഷെ കാലാതീതമായി നിൽക്കുന്ന വയലാറിൻ്റെ കൃതികളോടുള്ള മലയാളിയുടെ അഗാധമായ ആഴത്തിലുള്ള സ്നേഹം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരവും. ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നപ്പോൾ ശബ്ദമുണ്ടാക്കി നിങ്ങൾ. ദന്തഗോപുരമെന്നു പേരിട്ടു. രക്തത്തിന്റെ ഗന്ധമുള്ളൊരു കൊച്ചു വൽമീകത്തിനു നിങ്ങൾ. ദന്തഗോപുരമെന്നു പേരിട്ടു. രക്തത്തിന്റെ ഗന്ധമുള്ളൊരു കൊച്ചു വൽമീകത്തിനു നിങ്ങൾ. മൺകുടങ്ങളിൽ ഭൂതത്താന്മാരെ അടയ്ക്കുന്ന മന്ത്രശക്തിയുമായി കാലത്തിൻ കടൽക്കര കല്ലെറിഞ്ഞുടയ്ക്കുവാൻ വന്നു നിൽക്കുന്നു ശൈലീവല്ലഭന്മാരാം നിങ്ങൾ പൊയ്മുഖങ്ങളുമായി. എറിഞ്ഞാലുടയില്ല, മന്ത്രാസ്ത്ര നിരവാരിച്ചൊരിഞ്ഞാൽ മുറിയില്ല ഈ മൺപുറ്റിൻ രോമം പോലും. അറിയില്ലെങ്കിൽ ചെന്ന് ചോദിക്കൂ മനസ്സിലെ മറവിയുറക്കിയ മൗനത്തിനോട് എന്നെപ്പറ്റി. അനുഭൂതികൾ വന്ന് വിരൽ തൊട്ടുണർത്തുമ്പോൾ അവയോടന്വേഷിക്കൂ കവിയാം എന്നെപ്പറ്റി. അകത്തെ ചിപ്പിക്കുള്ളിൽ സ്വപ്നത്തിൻ മുത്തുണ്ടെങ്കിൽ അതിനോടന്വേഷിച്ചാൽ അറിയാം എന്നെപ്പറ്റി. നാളത്തെ പ്രഭാതത്തിൽ സിന്ദൂരാരുണ ജാലനാളങ്ങൾ പറയും ഈ തീയിൻ്റെ ഇതിഹാസം. വിരിയും വൈശാഖത്തിൽ പത്മരാഗങ്ങൾ നാളെ പറയും ഈ പൂവിൻ്റെ ഇതിഹാസം. ചോദിക്കാൻ അറിയുവാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഈ ദിനരാത്രങ്ങൾ തൻ വെളിച്ചത്തിലൂടെ നഗ്നപാതരായി എൻ്റെ ദന്തഗോപുരത്തിലേക്കെത്തുക. വരവേൽക്കാൻ വാതിൽക്കലുണ്ടാകും ഞാൻ. വയലാർ രാമവർമ്മ 1975 47 വയസ്സിൽ മരണത്തിന് കീഴടങ്ങി. അകാലത്തിൽ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ മരണത്തെ മറികടന്നും കാലത്തെ ജയിച്ചും നിൽക്കുന്നു. വൈചിത്ര്യങ്ങളാലും സംഗീതാത്മകതയാലും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നൃത്തം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ കാലത്തിനും കാവ്യത്തിനും അപ്പുറം പോകുന്ന പ്രചോദനമായിരുന്നു. വയലാറിൻ്റെ കവിതകൾ വ്യത്യസ്ത കാലങ്ങളിലും സമൂഹങ്ങളിലും അനശ്വരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. ജീവിതവും കവിതയും ഒത്തുചേർന്ന് ജനങ്ങളുടെ വേദനയെയും ആഗ്രഹങ്ങളെയും ശക്തമായും സൂക്ഷ്മമായും പ്രതിനിധീകരിച്ച അനശ്വരനായ വയലാർ അദ്ദേഹത്തിൻ്റെ കവിതകൾ മലയാളികളുടെ കലാസ്വാദനത്തെ മാറ്റിമറിക്കുകയും അവരുടെ ആന്തരിക വേദനകളെ വാക്കുകളിൽ പ്രതിഫലിപ്പിക്കുന്നതുമായി മാറി. ഈ നിത്യഹരിതയം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. വയലാർ രാമവർമ്മ എന്ന മഹാകവി മലയാളിയുടെ ഹൃദയങ്ങളിൽ അനശ്വരമായി നിലകൊള്ളുന്ന ഒരവകാശമാണ്. വയലാറിൻ്റെ കവിതകളുടെ ശക്തിയും ആശയങ്ങളുടെ പുതുമയും ഓരോ തലമുറയുടെയും ഹൃദയങ്ങളിലെ പ്രചോദനമായി നിലകൊള്ളുന്നു. കരുതലോടെ
മാനവികതയോട് ചേർന്ന് നിൽക്കുന്ന വയലാർ കവിതകൾ കാലത്തിൻ്റെ അതിരുകൾ മറികടന്ന് എന്നും സമകാലികമായ പ്രചോദനമായി നിലനിൽക്കുന്നു. കാലത്തെ അതിജീവിച്ച് വായനകളുടെ, സമരങ്ങളുടെ, സമാധാനത്തിൻ്റെയും നീതിയുടെയും പുതുചിന്തകളുടെ വഴിത്തിരിവുകളിലൂടെ വയലാർ രാമവർമ്മ മലയാളിയുടെ മാനസപത്മത്തിൽ കാലാതീതനായി വിളങ്ങുന്നു. That was a brilliantly executed drama and exceptional performance from everyone. I'm sure that gave us all a profound glimpse into Vailar's life and contribution. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ